മരവും വേണം, ടാങ്കും വേണം. അതിനാദ്യം ഈ വേസ്റ്റ് റിമൂവ് ചെയ്യണം. എന്നാൽ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള പണികൾ നോക്കാം. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ട്. കുറച്ചാണെങ്കിൽ പെട്ടെന്ന് തീരായിരുന്നു, ഇതാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്തായാലും പ്രശ്നമില്ല, അത് നൈസായിട്ട് അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ക്ലീൻ ആയില്ലേ. ഇനി നമുക്ക് ആവശ്യം എങ്ങനെയാണോ ടാങ്ക് വേണ്ടത് ആ രീതിക്ക് കല്ല് സെറ്റ് ചെയ്യണം. ഇതിലിപ്പം വലിയ ടാങ്ക് വരുന്നുണ്ട്, ചെറിയ ടാങ്കും വരുന്നുണ്ട്. ടാങ്കിന്റെ ഒക്കെ നടുവിലൂടെ ആണെങ്കിൽ മരങ്ങളും വരുന്നുണ്ട്. മരങ്ങളൊന്നും മുറിക്കാതെ തന്നെ ഈ ഒരു ടാങ്ക് നമുക്ക് സെറ്റാക്കി എടുക്കണം. മരം വളരാനുള്ള സ്പേസും അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ടോപ്പ് ആവശ്യമാണ്, മഴയും വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒക്കെ ഇടയിലൂടെ വേണം നമുക്ക് അതും സെറ്റാക്കി എടുക്കാൻ. ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെ വേണം, അതാവുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പുണ്ടാവും. ഏകദേശം എല്ലാ ടാങ്കും കവർ ചെയ്യുന്ന രീതിയിൽ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ടോപ്പും കൂടെ വരുമ്പോൾ മഴയും വെയിലും കൊള്ളില്ല, പിന്നെ ഇലകൾ വീഴുകയില്ല. ഇതിന്റെ ടോപ്പിലേക്ക് 2 ലെയർ ഐറ്റം വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ഫൈബർ നെറ്റ്, രണ്ടാമത്തേത് നമ്മുടെ ഈ ഒരു ഷീറ്റും. നോർമൽ ഷീറ്റ് അല്ല, ഫ്ലെക്സ് ആയിട്ടാണ് വരുന്നത്. ടാങ്കിലേക്കും ടാങ്കിന്റെ ടോപ്പിലേക്കും ഇത് തന്നെ. ടാങ്കിൽ ഷീറ്റ് വിരിച്ചു, വെള്ളം നിറച്ചു, എല്ലാം സെറ്റ്. ഇപ്പൊ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. 2 പൈപ്പ് ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ ടാങ്കിന്റെ നടുവിലൂടെ. ഒന്ന് എയറേഷൻ, രണ്ടാമത്തേത് വാട്ടറിന്റെ കണക്ഷൻ. ഈ ഒരു തെങ്ങൊക്കെ ഇങ്ങനെ കവർ ചെയ്തെന്നല്ലേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. തെങ്ങും നമ്മുടെ ഷീറ്റിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല കവുങ്ങും ഈ ഒരു മാവും എല്ലാം ഇതിൽ സപ്പോർട്ടാണ്. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാണ് മരങ്ങളുടെ ഇടയിലൂടെ ഒരു ടാങ്ക് സെറ്റ് ആക്കുന്നതെന്ന്. വലിയ ടാങ്കിലേക്ക് 2 എയറേഷൻ, ചെറിയ ടാങ്കിലേക്കാണ് 1 എയറേഷൻ. വാട്ടർ ചേഞ്ച് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് വാൾവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഇത്രയും നല്ലൊരു ടാങ്ക് ഇവന്മാർക്ക് കിട്ടിയില്ലേ. ഇതിലിപ്പോ ഓസ്കാർ ഫിഷിനെയാണ് വളർത്തുന്നത്. ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്. ഒരു ടാങ്ക് ബ്ലാക്ക് കളർ ആണെങ്കിൽ കുറച്ച് ടാങ്കിന്റെ കളർ നീലയാണ്. ഓരോ ടാങ്കിലേക്കുള്ള ഷീറ്റും കട്ട് ചെയ്താണ് വെച്ചത്. ഇതിന്റെ അടിയിലാണെങ്കിൽ പഴയ ഷീറ്റുകളും തുണികളും ഉണ്ട്. അതാവുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. ടാങ്കിന്റെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോകുന്ന കണ്ടില്ലേ, നമ്മുടെ ടാങ്കിലേക്കുള്ള വെളിച്ചത്തിന് അത് മതി. അതിൽ ആ ഫൈബർ നെറ്റ് കണ്ടില്ലേ, ഫൈബർ നെറ്റ് കൊടുത്തത് ഈ ഷീറ്റിന്റെ സപ്പോർട്ടിനാണ്. ഇല്ലെങ്കിൽ ഇലയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഷീറ്റ് മാത്രമാണെങ്കിൽ അത് തൂങ്ങിപ്പോകും. ഇൻഡസ്ട്രിയൽ വർക്കും ഫൈബർ നെറ്റും അതുപോലെ ഒരു ഷീറ്റും ടോപ്പ് എന്തായാലും സേഫ് ആക്കാൻ പറ്റി. ഇവിടെ ഒരു മരം പോലും മുറിക്കേണ്ടി വന്നില്ല. ടാങ്ക് എല്ലാം സെറ്റ് ആവുകയും ചെയ്തു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വേസ്റ്റ് നിറഞ്ഞു കിടന്ന സ്ഥലമാണ്, അവിടെയാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ടാങ്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടാങ്കിന്റെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.